അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ മുഹമ്മദ് കുട്ടി അൻസരി, അറബിക് അസ്ട്രോളജർ. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വർഗം കിട്ടണം എന്ന്. അപ്പോൾ സ്വർഗം കിട്ടാനുള്ള ഒരു പോംവഴിയാണ് ഇപ്പം ഞാനിവിടെ പറയുന്നത്. നമ്മളെല്ലാവരും മരിച്ചു പോകും. നമ്മൾക്ക് മുൻകഴിഞ്ഞ ആളുകളെല്ലാം മരണപ്പെട്ടു പോയി. നമ്മളും മരിക്കും, നമ്മൾക്ക് ശേഷം വരുന്നവരും മരിക്കും. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും എല്ലാ ചരാചരങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. മരിച്ചു കഴിഞ്ഞാൽ ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഖബറിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം വരികയും ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിൻ്റെ മുമ്പ് റഹ്മാൻ എന്ന മലക്ക് വരും, നമ്മുടെ അമലുകളൊക്കെ ചോദിക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ആ ഖബറിൽ സുഖമാണോ ദുഃഖമാണോ നമുക്ക് കിട്ടാൻ പോകുന്നത് അറിയില്ല. നാളെ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ സ്വർഗമാണോ നരകമാണോ നമുക്ക് കിട്ടുക അറിയില്ല. ഏതായാലും സ്വർഗം ആഗ്രഹിക്കാത്ത ആരും ഇന്ന് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവില്ല. അത് ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും ഏത് ആളുകളായാലും എല്ലാവർക്കും ആഗ്രഹം സ്വർഗം കിട്ടണമെന്നാണ്. അപ്പോൾ സ്വർഗം കിട്ടാനുള്ളൊരു എളുപ്പ വഴിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. എല്ലാവരും കേൾക്കുക, ശ്രദ്ധിക്കുക. അതിനു മുമ്പായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനും ആഫിയത്തിനും ദീർഘായുസ്സിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിനും ആഫിയത്തിനും ദീർഘായുസ്സിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ എല്ലാ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ഒരു ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതുന്നുണ്ട്. അതുപോലെ എന്താക്കുക, ഒരു സമയം പോലും വിട്ടുപോകാതെ സാധാരണഗതിയിൽ പല ആളുകളും നിസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് പോവുകയാണ്. അത് നിർത്തിവെച്ച് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകൾ ചൊല്ലി ഒരു ആയത്തുൽ കുർസി ഓതുക. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുക. നമ്മളെ നിസ്കാരവും ദിക്റും സലാത്തും ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഒരു 3 ആയത്തുൽ കുർസി ഓതുക. അതിനുശേഷം രാത്രി കിടക്കാൻ നേരത്തും ഒരു ആയത്തുൽ കുർസി ഓതുക. ഒഴിവ് സമയങ്ങളിലൊക്കെ ആയത്തുൽ കുർസി പതിവാക്കുക. എന്നാൽ ഈ ആയത്തുൽ കുർസി ഓതിയത് കൊണ്ട് മാത്രം നമുക്ക് സ്വർഗം കിട്ടൂല. അതിൻ്റെ പുറമെ നമ്മൾ ചെയ്യേണ്ട എല്ലാ നന്മകളും ചെയ്യുക. അതായത് 1 or 2 ദിവസം ഒരു ആയത്തുൽ കുർസി ഓതിപ്പോയാൽ സ്വർഗമൊന്നും കിട്ടൂല. ഈ ആയത്തുൽ കുർസി ജീവിതകാലം മുഴുവനും നമ്മൾ നിലനിർത്തി പോരുക. അതിൻ്റെ പുറമെ 5 വഖത്ത് നിസ്കാരങ്ങളും ഇസ്ലാമിൽ പറഞ്ഞ എല്ലാ നന്മകളും നമ്മൾ ചെയ്യുന്നതോട് കൂടെ ഈ ആയത്തുൽ കുർസി നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഒരു സംശയവുമില്ല, നമുക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കും. അതിലൊരു സംശയമില്ല കേട്ടോ. കാരണം പണ്ഡിതന്മാരൊക്കെ ഒരുപാട് കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാണ് സ്വർഗം കിട്ടുമെന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹുവേ എന്ന് പറഞ്ഞ് മാപ്പിരുന്ന് കൊണ്ട് അല്ലാഹുവേ എനിക്ക് സ്വർഗം നൽകണേ, സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും എന്നെ എത്തിച്ചു തരണേ റബ്ബേ എന്ന് കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി സങ്കടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുകയും ആയത്തുൽ കുർസി പതിവാക്കുകയും ചെയ്താൽ അതിലൊരു സംശയവുമില്ല, നാളെ നമുക്ക് സ്വർഗം ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.